ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വീട്ടിൽ കെട്ടിയടിക്കുന്ന മുത്തപ്പനെയാണ്. വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെയ്യാണ് ശ്രീ മുത്തപ്പൻ. മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല വീടുകളിലും കെട്ടിയടിക്കാറുണ്ട്. സാധാരണ നേർച്ചയുടെ ഭാഗമായിട്ടാണ് വീടുകളിൽ മുത്തപ്പനെ കെട്ടിയടിക്കാറുള്ളത്. നമ്മൾ പുതിയ വീട് വെച്ചാലോ, വീട്ടിലൊരു കല്യാണം നടന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വീട്ടിൽ നടന്നാൽ മുത്തപ്പനെ കെട്ടിയടിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മുത്തപ്പനെ പ്രാർത്ഥിക്കാറുണ്ട്. തൻ്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അവർ പരീക്ഷകളിൽ പാസ്സാവാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓരോരോ ആൾക്കാർക്കും അവരവരുടെ പ്രാർത്ഥന ഉണ്ടാവും. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ അവരുടെ വീടുകളിൽ ഇതുപോലെ മുത്തപ്പനെ കെട്ടിയടിക്കും. അങ്ങനെ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദേവനാണ്. ആഗ്രഹങ്ങളൊക്കെ എളുപ്പത്തിൽ സാധിച്ചു തരുന്നതാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒരു വിശ്വാസം. മുത്തപ്പൻ മതസൗഹാർദ്ദത്തിന്റെ ഒരു ദേവൻ കൂടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മുത്തപ്പന് ജാതിയും മതവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മുത്തപ്പനെ കാണാനും അനുഗ്രഹം നേടാനൊക്കെ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആൾക്കാരൊക്കെ വരാറുണ്ട്. അതാണ് ഈ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കണ്ണൂരിലെ മുത്തപ്പന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പറശ്ശിനിക്കടവും കുന്നത്തൂർ പാടിയും ഒക്കെയാണ്. നമ്മൾ പറശ്ശിനിക്കടവിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അവിടെ കാണാൻ കഴിയും. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിദേശ രാജ്യങ്ങളിലെ ആൾക്കാരും എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ. മുത്തപ്പന് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വേർതിരിവും ഇല്ലാതെ എല്ലാ മനുഷ്യരും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു ദേവനാണ് ശ്രീ മുത്തപ്പൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു ഗൃഹപ്രവേശനത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ കെട്ടിയടിച്ച മുത്തപ്പനാണ്. അതായത് നമ്മൾ പുതുതായിട്ടൊരു വീട് വെച്ചു, അതിനുശേഷം അതിന്റെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് വീട്ടിൽ മുത്തപ്പനെ കെട്ടിയടിക്കുന്ന നേർച്ച. ആ സമയത്ത് നമ്മൾ അയൽക്കാരെയും നമ്മൾ അടുത്തുള്ള ബന്ധുക്കളെയൊക്കെ ഇതിനായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് മുത്തപ്പൻ തുടങ്ങുന്നത്. മുത്തപ്പൻ വെള്ളാട്ടം എന്നാ ഇതിന് സാധാരണ പറയാം. മുത്തപ്പൻ വെള്ളാട്ടം തുടങ്ങി വൈകുന്നേരമായ സമയത്തൊക്കെ മുത്തപ്പൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും. മുത്തപ്പനെ കാണാൻ വന്ന ആൾക്കാർക്കൊക്കെ അനുഗ്രഹം കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ച വീടിനകത്തേക്ക് മുത്തപ്പൻ കയറി അതിൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എന്നിട്ട് ആ വീടിനും ആ നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മുത്തപ്പനെ അനുഗ്രഹിച്ച ശേഷമാണ് മുത്തപ്പൻ വെള്ളാട്ടം കഴിയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തെയ്യാണ് മുത്തപ്പൻ എന്ന് പറയുന്നത്. മുത്തപ്പൻ കാണാൻ വന്നവരൊക്കെ ഒരുപാട് സന്തോഷവും ഐശ്വര്യങ്ങളായിട്ടാണ് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നത്.